പോലെ ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു 4 പേരെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം. എന്നെ പോലെ പവർഫുൾ ആയിട്ടുള്ള ഒരാള് അത് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ, എനിക്ക് പറ്റിയൊരു മണ്ടത്തരത്തിനെ കുറിച്ച് ഞാൻ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് പറയാ? ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം എന്തെന്ന് വെച്ചാൽ നമ്മുടെ അനുപമ പരമേശ്വരന്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ കുറെ റിയാക്ഷൻ ചാനലിൽ കുറെ ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അഭിപ്രായം എന്താണെന്ന് കേൾക്കാം. Imagine having Anyan in your life. Like one day he's Remo. Like Inkara Lavait, you feel like, how lucky am I to get a person like this in my life? Is this even reality? It's like a dream, not a feeling. Next day, you see Anyan. Ettum brutal nu varnaya, even if that person is saying someone else stabbing you and killing you, they would not even just turn their head. That kind of extreme. And there is a next day where the person is humble, apologizing, begging you, pleading you, promising you that they'll never repeat this again, crying like a baby. സൈലൻസിനെ മിക്കവാറും ആൾക്കാർ മെച്ചൂരിറ്റി ആയിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. ബട്ട് സൈലൻസ് ക്യാൻ ഓൾസോ ബി ബിക്കോസ് ഓഫ് ഫിയർ. ഇപ്പൊ നമ്മളൊരു റൂമിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് അറിയില്ലെങ്കിൽ വി ബിക്കം സൈലന്റ്. ദാറ്റ് ഇസ് മെച്ചൂരിറ്റി. ബട്ട് silence can also be because of fear. One thing that bothered me mostly was, എന്നെ പോലെ ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു 4 പേരെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം. എന്നെ പോലെ പവർഫുൾ ആയിട്ടുള്ള ഒരാള് അത് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ, എനിക്ക് പറ്റിയൊരു മണ്ടത്തരത്തിനെ കുറിച്ച് ഞാൻ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് പറയാ? Who is gonna talk about it? Last time I sat with you for an interview, I had a panic attack outside. Not even for you see, basically in a narcissistic abusive relationship, you're not punished for something you have done wrong. You are punished for someone else's insecurities and their traumas. അതിവിടെ ഇല്ലായിരുന്നു. ഇപ്പൊ ടെക്സ്റ്റ് വന്നു. എന്തായിരുന്നു? വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് ട്രിഗർഡ് ദാറ്റ് പാനിക് അറ്റാക്ക്? ഓക്കെ, അപ്പൊ ഇതിനോടകം തന്നെ എല്ലാവരും അനുപമ പരമേശ്വരന്റെ ഈ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനെക്കുറിച്ചിട്ടുള്ള പലരുടെയും അഭിപ്രായങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുള്ളതുമാണ്. ഇപ്പൊ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ റിലേഷൻഷിപ്പിലും അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും അല്ലെങ്കിൽ ടോർച്ചറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പം ഫീമെയിലിന് മാത്രമല്ല, മെയിലിനും അങ്ങോട്ടും ഇതുപോലെയൊക്കെയുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോ ഒരാളുടെ സൈഡ് മാത്രം കേട്ടിട്ട് നമുക്ക് മറ്റൊരാളെ കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. രണ്ടുപേരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലുമൊക്കെ വന്നാൽ മാത്രമേ നമുക്കത് സംസാരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പൊ ഇവിടെ അനുഭവം മാത്രമാണ് സംസാരിക്കുന്നത്. ഇപ്പം ആരെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത് എന്നുള്ള ഒരു പേരോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുള്ളിക്കാരത്തി ഇവിടെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വ്യക്തി ആരാണെന്നുള്ളത്. ഈ വ്യക്തിയുമായിട്ട് നല്ല റിലേഷൻഷിപ്പിലായിരുന്നു, ഒരു സ്നേഹത്തിലായിരുന്നു. പിന്നീട് റിലേഷൻഷിപ്പിലായി 3 മാസം ആകുമ്പോഴത്തേനും തന്നെ അവരുടെ വീട്ടുകാർ ഒരു മാരേജിലേക്ക് അല്ലെങ്കിൽ കല്യാണം ഉറപ്പിക്കുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് വരെ കടന്നിട്ടുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന സമയത്ത് ഒരു സമയത്ത് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് പെരുമാറുക, പിന്നെ പിറ്റേ ദിവസം അന്യനെ പോലെ പെരുമാറുക, പിന്നെ അമ്പിയാവുക. അതായത് നല്ല സ്നേഹത്തോടെ ഇരിക്കുക, പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം ധരിക്കാനോ, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫംഗ്ഷന് പോകാനോ, നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്ത് പോകാനോ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കാനോ ഒന്നിനും അനുവദിക്കാതെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പിടിച്ചു വെക്കാന്ന് പറയില്ലേ. അതായത് ഈ അനുപമ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ കൊണ്ട് തന്നെ നമ്മുടെ ചില്ലകൾ മുറിപ്പിക്കുന്ന രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവർ നമ്മളെ ശത്രുക്കളായിട്ട് കാണുന്ന രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുക. അതായത് വേറെ ആരും വേണ്ട, ഇവർ മാത്രം മതി എന്നുള്ള രീതിയിലേക്ക് നമുക്കിത് പറ്റില്ല എന്ന് കാണുന്ന സമയത്ത് നമ്മൾ എന്തായാലും അവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് പിന്നീട് അമ്പിയായിട്ട് മാറുക. അതായത് ഞാൻ ഇനി അങ്ങനെയൊന്നും ആവർത്തിക്കത്തില്ല, എന്നോട് ക്ഷമിക്കണം, നീലാതെ എനിക്ക് പറ്റില്ല, അങ്ങനത്തെ ഉള്ള രീതിയിലൊക്കെ സംസാരിക്കുക. അപ്പം ഇത് എല്ലാ റിലേഷൻഷിപ്പിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇപ്പൊ സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാർ പറയുമ്പോഴും മാത്രമാണ് അത് ശരിയെന്നോ തോന്നലുണ്ടാവും. സാധാരണ ഇത് സാധാരണക്കാരിൽ നടക്കുന്ന സംഭവമാണ്. ശരിക്കും പിള്ളേര് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പറയൂല. എന്തെന്നറിയാമോ, ഇവര് ലവേഴ്സ് നമ്മളെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട് എന്ന് അവര് വരുത്തി തീർക്കും. ആ ഒരു ഒറ്റ സെക്കൻഡ്, അതായത് നമ്മുടെ അടുത്ത് ബെഗ് ചെയ്ത് കരയുന്ന ആ ഒരൊറ്റ സെക്കൻഡിൽ നമ്മൾ വീണ് പോവാണ് ചെയ്യുന്നത്. ഇപ്പൊ അനുപമയെ പോലെയുള്ള ഒരാൾ ഇത് വന്നിരുന്ന് സംസാരിക്കുമ്പോൾ അവരുടെ കരിയർ, അവരുടെ ഭാവി, ഇൻഡസ്ട്രിയിലുള്ള അവരുടെ ഭാവി, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ആകുമെന്ന് പോലും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ചിലപ്പോൾ ഇനി സിനിമകൾ പോലും കിട്ടിയില്ലെന്ന് പറയും ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്ന സമയത്ത്. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ ഒരു അനുപമയെ പോലെയുള്ള ഒരാൾ ഇത് വന്നിരുന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ഈ രീതിയിലുള്ള റിലേഷൻഷിപ്പിൽ പെട്ടുപോയിട്ടുള്ള പെൺകുട്ടികൾ താൻ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലാണ്, ഇവർ പറയുന്ന ആ ഒരു രീതിയിലാണ് എന്റെ ലൈഫിലും നടന്നു പോകുന്നത് എന്നുള്ളൊരു ബോധം ഉണ്ടാവുകയും അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുമെങ്കിൽ
രക്ഷപ്പെടട്ടെ, അതിന് താനൊരു മാതൃകയാവട്ടെ അല്ലെങ്കിൽ താനൊരു പ്രചോദനമാവട്ടെ എന്നുള്ള രീതിയിലാണ് അവരിവിടെ ഒന്ന് സംസാരിച്ചിട്ടുള്ളത്. എന്നാലും നമുക്കിപ്പോ ചില കമന്റ്സ് ഞാൻ കണ്ടു, ഇപ്പൊ ഒരാൾ മാത്രം സംസാരിക്കുന്നു, മറ്റേ ആൾ ഒന്നും പ്രതികരിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ വന്നിരുന്ന ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് താനാണ് ശരി എന്ന് നിരന്തരമായി ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഞാൻ മാത്രമാണ് ശരി, അല്ലെങ്കിൽ ഞാനാണ് ഈര, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ മാത്രമേ ശരിയുള്ളൂ എന്ന് ഇങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഒരു കള്ളം 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് പോലെ നിരന്തരമായി ഒരാളെ കുറിച്ച് ഇങ്ങനെ വേറൊരു വ്യക്തി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പീപ്പിൾസിന്, അതായത് സൊസൈറ്റിക്ക് ആ ആളെ കുറിച്ചിട്ടുള്ള ഒരു നെഗറ്റീവ് തോട്ട് വരികയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആ ആളെ അങ്ങ് നെഗറ്റീവായി കാണുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കാര്യം കൂടി നമ്മൾ അറിയണം. ആ ആൾക്ക് എന്താണ് സംസാരിക്കാനുള്ളതെന്നും കൂടി നമ്മൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ ആ ഒരാളെ വിമർശിക്കാനായിട്ട്. ഒരുപാട് പേര് എടുത്തു വെച്ചിട്ട് ഈ വ്യക്തിയെ റിയാക്ട് ചെയ്ത് അനുപമയെ സപ്പോർട്ട് ചെയ്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ വിമർശിച്ച് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ വിമർശിച്ച് സംസാരിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ ഒരു വ്യക്തിയുടെ സൈഡും കൂടി കേൾക്കണ്ടേ, അതിനുശേഷമല്ലേ ആ വ്യക്തി വിമർശിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എന്തെങ്കിലും ഈ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് വിമർശിക്കുന്നത് ശരിയല്ല. എന്തായാലും ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഇതിന്റെ ശരിക്കുള്ള ആൾ ആരാണോ അദ്ദേഹം പുറത്ത് വരും, അതിനെതിരായിട്ട് എന്തെങ്കിലും എതിരായിട്ടല്ല അദ്ദേഹത്തെ. പക്ഷെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം രണ്ട് കൈയും കൂട്ടിയടിച്ചാൽ മാത്രമേ സൗണ്ട് ഉണ്ടാവത്തുള്ളൂ. ഇപ്പൊ പുള്ളിക്കാരൻ എന്തെങ്കിലും ഒരു പ്രതികരണമായിട്ട് വന്നു കഴിഞ്ഞാൽ അതും എടുത്തു വെച്ചിട്ട് ആളുകൾ സംസാരിക്കുക, അതും പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയാവും. ഇതിപ്പോ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും എല്ലാവർക്കും അറിയാം ആരാണ് ആളെന്നൊക്കെ. പക്ഷെ എന്നാലും ഒരുപാട് വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നതിനേക്കാൾ തന്നെ മിണ്ടാതിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു റിലേഷൻഷിപ്പ് ഇപ്പൊ നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് അതിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നമ്മൾ അതിന് രക്ഷപ്പെട്ടോ, ഓക്കെ. ആ വ്യക്തിയെ മോശക്കാരനാക്കുമ്പോൾ ആ വ്യക്തിക്ക് വേറെ ഒരു റിലേഷനും ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ വേറൊരു പെൺകുട്ടിയും ആ പുള്ളിക്കാരന്റെ ലൈഫിലേക്ക് കടന്നു വരണ്ട. ചെറിയൊരു അസൂയ അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിൽ, അല്ലെങ്കിൽ എനിക്ക് കിട്ടാത്തത് വേറൊരാൾക്ക് കിട്ടണ്ട, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ആ ഒരു തോട്ടൊക്കെ എനിക്ക് പോയായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണ്, നാളെ ഒരു സമയത്ത് എനിക്ക് അയാളെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയി. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്ക് അവന് കിട്ടിയില്ല, വേറെ ആർക്കും അവന് കിട്ടാൻ പാടില്ല. കാരണം അവൻ ഇച്ചിരി ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, അവന് വേറെ ഇഷ്ടം പോലെ പെൺകുട്ടികളെ കിട്ടും. അപ്പൊ വേണ്ട, അവൻ അങ്ങനെ സൂക്ഷിച്ച് ജീവിക്കണ്ട, അവനെ കുറിച്ച് 4 കുറ്റം വന്നിരുന്ന് പറഞ്ഞേക്കാം. അത് കേൾക്കുന്ന കുറെ പെൺകുട്ടികളെങ്കിലും അവന്റെ അടുത്തേക്ക് പോവില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്ത വരാറുണ്ട്. എനിക്ക് വരാറുണ്ടെന്നല്ല, അങ്ങനെയൊക്കെയുള്ള ചിന്ത വരാം, ഓക്കെ. അപ്പൊ അങ്ങനെയും ആവാം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ വിലയിരുത്താനായിട്ട് പാടില്ല. എന്തായാലും ഇതിന് പ്രതികരണമായിട്ട് ആള് വരുമല്ലോ, അപ്പോഴേ ശരിക്കുള്ള കാര്യം വരൂലേ. ഇതുവരെ ഒരു പ്രതികരണം വന്നില്ല. ഇപ്പൊ എത്ര നാളായി ഒരാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പ്രതികരിക്കാതിരിക്കുന്നതാണ് ഒരു കണക്കിന് നല്ലത്. അതാണ് നല്ലത്, മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ തെളിയിക്കണമല്ലോ. അത് നിരപരാധിത്വം. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പൊ ഈ രീതിയിലൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അനുപമയുടെ ഭാഗത്ത് മാത്രമാണ് ശരി എന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നതിനോട് യോജിക്കുന്നുണ്ട്. കാരണം സപ്പോർട്ട് ചെയ്യണം, ഓക്കെ, സപ്പോർട്ട് ചെയ്യണം ആണെങ്കിൽ മാത്രം. അല്ലാതെ എന്നും ബ്രേക്കപ്പ് ആകുമ്പോൾ മാത്രം ഇങ്ങനെ സംസാരിക്കണം. അതാ ഞാൻ പറഞ്ഞത് നേരത്തെ. സാധാരണ സെലിബ്രിറ്റീസിലല്ലേ, സാധാരണ ആൾക്കാരിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതിപ്പോ എന്റെ ലൈൻ പൊട്ടിപ്പോയി, അപ്പൊ ഞാൻ വന്നിട്ട് നിന്റെ അടുത്ത് പറയുമല്ലോ, അവൻ ശരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഭയങ്കര ടോക്സിക് ആണ്, അങ്ങനെയൊക്കെ പറയത്തില്ലേ. അതിന് പകരം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുന്നത്, കുറച്ച് സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുന്നത്, അത്രയേ ഉള്ളൂ വ്യത്യാസം. നമ്മളൊരു മുറിക്കകത്തോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചോ പറയുന്നതിന് പകരം അവർ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ നമ്മൾ തമ്മിൽ സംസാരിച്ച് തീർക്കേണ്ട കാര്യങ്ങളാണ്. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് വിളമ്പണം എന്നുള്ള കാര്യം ഭയങ്കര നമുക്കൊരു വീഡിയോ കാണാം. അനുപമ പരമേശ്വരന്റെ ഇന്റർവ്യൂ കാണുകയായിരുന്നു. ഈ നാർസിസ്റ്റിക് സ്വഭാവമുള്ള ഒരാളുടെ ഇര നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവർക്കല്ലാതെ മറ്റെല്ലാവർക്കും ആ വ്യക്തി ഒരു നിയർ ടു പെർഫെക്റ്റ് പേഴ്സൺ ആയിരിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവർ സ്വപ്നം കാണുന്ന ഒരു പങ്കാളിയോ അമ്മയോ അച്ഛനോ സഹോദരനോ സുഹൃത്തോ ഒക്കെ ആയിരിക്കും അവർ. ചുറ്റുമുള്ളവരൊക്കെ അവർക്ക് സ്തുതിപാഠകരുമായിരിക്കും. നിങ്ങൾ വേദനിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അവരിടുന്ന അത്രയും ശ്രമം തന്നെ പുറം ലോകത്തെ ചേർത്ത് നിർത്താനും സ്വന്തം പ്രതിച്ഛായ സൂക്ഷിക്കാനും അവർ കാണിക്കും. അതുകൊണ്ട് തന്നെ താൻ നേരിടുന്നത് എന്താണെന്ന് മറ്റൊരാളോട് പറഞ്ഞു മനസ്സിലാക്കുക ഇരയ്ക്ക് അത്ര എളുപ്പമായിരിക്കില്ല. പതുക്കെ ആരും സഹായത്തിനില്ലാത്ത ഒരു മായാലോകത്തിൽ പൂട്ടപ്പെട്ടതുപോലെയാകും ഇര. താൻ അതിനുള്ളിൽ പെട്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയുന്നത് തന്നെ ചിലപ്പോൾ വളരെ വൈകിയായിരിക്കും. അവർക്ക് നിങ്ങളിലേക്കുള്ള എല്ലാ വഴികളും അടച്ചു പൂട്ടുകയാണ് രക്ഷപ്പെടാനുള്ള ഏക മാർഗം. അങ്ങനെ പുറത്തു കടക്കുക എന്നത് അതീവ ശ്രമകരവും ഭയപ്പെടുത്തുന്നതും പല നഷ്ടപ്പെടുത്തലുകളിലൂടെയും കടന്നു പോകേണ്ടതുമായ ഒരു യാത്രയാണ്. ആ യാത്രയ്ക്കൊടുവിൽ
ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നമ്മൾ രണ്ട് സൈഡും കേട്ടതിന് ശേഷം മാത്രം ഒരു അഭിപ്രായം, ഒരു വ്യക്തിയെ നമ്മൾ വ്യക്തിഹത്യ ചെയ്യാതിരിക്കുക. ആ വ്യക്തിയുടെ ആ വ്യക്തിയുടെ അടുത്ത് നിന്നും കൂടി എന്താണ് അവരുടെ ആ ഒരു നിലപാട് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവസ്ഥ എന്താണ്, അതും കൂടി അറിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുക. ഒരാളെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതിനോട് താല്പര്യമില്ല. പക്ഷെ ഈ രീതിയിലൊക്കെ അനുഭവിച്ചു എന്നുള്ളത് സത്യമാണ് എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഭീകരത നിറഞ്ഞൊരു സിറ്റുവേഷൻ തന്നെയായിരുന്നു. അപ്പൊ ഇങ്ങനെ വന്നിട്ട് പറയാൻ കാണിച്ച ആ ഒരു തന്റെ ഇടത്തിനും കൺഗ്രാറ്റ്സ്. ഇതേ അവസ്ഥയിൽ കഴിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, ചില പെൺകുട്ടികളായാലും പയ്യന്മാരായിരുന്നാലും. സ്വയം മനസ്സിലാക്കണം, ഞാൻ ഇതുപോലൊരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്, നമ്മളതൊക്കെ കറക്റ്റ് ചെയ്ത് വരേണ്ടതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടവരോട് നമ്മൾ സംസാരിക്കാൻ കുഴപ്പമില്ല. പക്ഷെ ഇനി ഒരാൾ ഓർഡർ ചെയ്യണ അവരോട് മാത്രമേ സംസാരിക്കുന്നത് ഭയങ്കര നമ്മുടെ ലൈഫല്ല, നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുക. അപ്പൊ വേറൊരാൾ നമ്മളിങ്ങനെ നമ്മുടെ ചരട് വേറൊരാൾ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ചലിക്കുന്ന പാവ മാത്രം. അയാളാണ് നമ്മുടെ ലൈഫ് കൊണ്ടുപോകുന്നത്. നമ്മൾ ആരോട് സംസാരിക്കണം, എന്ത് ഡ്രസ്സ് ഇടണം, എവിടെ പോകണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ ചിരിക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് വേറൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് ഒരു ചലിക്കുന്ന ഒരു റോബോട്ടിനെ പോലെ, എന്ന് വെച്ചാൽ കീ കൊടുക്കുമ്പോൾ അനങ്ങുന്ന ഒരു റോബോട്ടിനെ പോലെ ആയിപ്പോകും. എങ്ങനെ അറിയുമോ, വണ്ടി ഓടിക്കുന്നത് നമ്മളായിരിക്കും, പക്ഷെ വേറൊരാൾ നിർദ്ദേശം തന്നുകൊണ്ടിരിക്കും. പക്ഷെ അത് ഭയങ്കര മോശപ്പെട്ട ഒരു സംഭവമാണ്. അതേ ഒരു സംഭവമാണ് ഈ നടക്കുന്നത് അല്ലേ? അപ്പൊ ഈ ഒരു രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടോണം. അതുമായിട്ട് മുമ്പോട്ട് പോകാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്, നിങ്ങൾക്ക് സേഫ് അതാണ്. അപ്പൊ ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും